അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, നമ്മൾ റമദാനിന്റെ അവസാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ രണ്ട് ടൈപ്പ് ആളുകളായിരിക്കും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവുക. ഒന്നാമത്തത് റമദാനിന്റെ തുടക്കം മുതൽക്ക് തന്നെ അതിനു വേണ്ടി ഒരുങ്ങി എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രയാസങ്ങളൊക്കെ അള്ളാഹുവിനോട് പറഞ്ഞ് എന്തെല്ലാം കർമ്മങ്ങളാണോ വളരെ സജീവമായി റമദാനിൽ ചെയ്യേണ്ടത് ആ കർമ്മങ്ങളൊക്കെ ചെയ്ത്, ഖുർആൻ പാരായണമാണെങ്കിലും രാത്രി നമസ്കാരമാണെങ്കിലും സ്വതക്കകളാണെങ്കിലും ഇങ്ങനെയുള്ള ഓരോന്നിലും വളരെയധികം താല്പര്യത്തോടുകൂടെ മുന്നോട്ട് വന്ന് ഈ റമദാനിനെ സന്തോഷത്തോടുകൂടെ പറഞ്ഞയക്കാൻ തയ്യാറായി നിൽക്കുന്ന ആളുകൾ. രണ്ടാമത്തെ ആളുകൾ റമദാനിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാകും. പക്ഷെ ഓരോരോ കാരണങ്ങൾ കൊണ്ട് അതൊന്നും ചെയ്യാൻ കഴിയാതെ, ഒന്നിലും ഒരു സംതൃപ്തി ഇല്ലാതെ റമദാനിനെ യാത്ര അയക്കുന്ന ആളുകളാണ്. ഖുർആൻ പാരായണം എവിടെ എത്തിയിട്ടുണ്ടാവില്ല, രാത്രി നമസ്കാരങ്ങൾ ശ്രദ്ധയോടുകൂടെ ചെയ്തിട്ടുണ്ടാവില്ല, പകലുള്ള നോമ്പാണെങ്കിൽ തന്നെ ആ നോമ്പ് അള്ളാഹു സ്വീകരിക്കുന്ന രൂപത്തിൽ, കേവലം ഒരു പട്ടിണി എന്നതിലപ്പുറം അള്ളാഹു സ്വീകരിക്കുന്ന രൂപത്തിൽ നോമ്പിനെ കൈകാര്യം ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ ഇത് നഷ്ടപ്പെട്ടു പോയോ എന്ന സംശയത്തോടു കൂടെ ഇതിനെ പറഞ്ഞയക്കുന്ന, റമദാനിനെ യാത്ര അയക്കുന്ന ആളുകൾ. നമ്മൾ ഈ രണ്ടെണ്ണത്തിൽ ഏത് വിഭാഗത്തിലാണ് നമ്മൾ എന്നുള്ളത് തീർച്ചയായും നമ്മൾ പരിശോധിക്കണം. എന്തെങ്കിലും കുറവുകൾ ഈ ഒരു കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇനിയുള്ള 1-2 ദിവസം ആ ദിവസങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി ചെയ്തുകൊണ്ട് അള്ളാഹുവിനോട് പാപമോചനം ചോദിച്ചുകൊണ്ട് ഈ റമദാനിനെ യാത്ര അയക്കാനാണ് നമുക്ക് സാധിക്കേണ്ടത്. പല ആളുകളും റമദാനിൽ സജീവമാവുകയും അതോടുകൂടെ പിന്നീട് എല്ലാം നിർത്തിവെക്കുകയും ചെയ്യുന്ന രൂപത്തിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. പരിശുദ്ധ ഖുർആൻ വളരെ ശക്തമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നൊരു കാര്യം സൂറത്തു നജ്മിൽ നമുക്ക് കാണാൻ കഴിയും. അഫറഅയ്തല്ലദീ തവല്ല വഅഅത ഖലീലൻ വഅക്ദ. അഫറഅയ്തല്ലദീ തവല്ല, പ്രവാചകരെ പിന്മാറിക്കളഞ്ഞ ആളുകളെ താങ്കൾക്ക് അറിയുമോ? വഅഅത ഖലീലൻ വഅക്ദ, ആ പിന്മാറിക്കളഞ്ഞ ആളുകൾ അവര് കുറച്ചൊക്കെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചവരാണ്, നൽകിയവരാണ്. വഅഅത, പിന്നെ അവരെന്ത് ചെയ്തു? അത് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്തു, പെട്ടെന്ന് നിർത്തിവെച്ചു എന്നാണ് ഖുർആൻ വിശദീകരിച്ചത്. ഈ ആയത്തിനെ ഒരുപാട് പണ്ഡിതന്മാർ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന രൂപത്തിൽ, നമ്മുടെ ജീവിതത്തെ സ്പർശിക്കുന്ന രൂപത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. അഥവാ ഇവിടെ പറഞ്ഞിട്ടുള്ളത് അക്ദ എന്ന പദം വിശദീകരിക്കുന്നത് തന്നെ, നമ്മളിപ്പോൾ ഒരു കിണർ കുഴിക്കുകയാണ്. കിണർ കുഴിക്കുന്ന സമയത്ത് പാറ കണ്ട് അങ്ങനെ അയാൾ ആ ജോലി നിർത്തിവെക്കുന്നതിനെയാണ്, ആ ഒരു നിർത്തിവെക്കലിനെയാണ് അക്ദ എന്ന പദം ഉപയോഗിക്കാറുള്ളത്. എന്ന് പറഞ്ഞാല് വളരെ സജീവമായി കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു, അങ്ങനെ ചെയ്തിട്ട് പെട്ടെന്ന് അതെല്ലാം നിർത്തിവെക്കുന്നവരെയാണ് ഇവിടെ പിന്മാറിക്കളഞ്ഞവൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഈ ആയത്തിനെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. നമ്മൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ ആയത്തൊന്ന് പരിശോധിച്ച് നോക്കുക. നമ്മൾ റമദാനിൽ എല്ലാ ദിവസവും രാത്രി നമസ്കരിക്കുന്നു. അങ്ങനെ ഷവ്വാലിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടെ ആ രാത്രി നമസ്കാരം നിന്നു പോയിട്ടുണ്ട് എങ്കിൽ നമ്മളെ ഇത് ബാധിക്കുമോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. നമ്മൾ എല്ലാ ദിവസവും നോമ്പ് അനുഷ്ഠിക്കുന്നു, എന്നാൽ റമദാനിന് ശേഷം ഒരു ദിവസം പോലും നമുക്ക് നോമ്പെടുക്കാൻ കഴിയുന്നില്ല എങ്കിൽ, ഇപ്പൊ സുന്നത്തായ ഒരുപാട് നോമ്പുകളുണ്ട്, എല്ലാ തിങ്കളാഴ്ചകളിലും വ്യാഴാഴ്ചകളിലുമുള്ള നോമ്പുകളുണ്ട്, അയ്യാമുൽ ബീറിലെ നോമ്പുകളുണ്ട്, അതേപോലെ തന്നെ ഷവ്വാലിലെ 6 നോമ്പ്, സുമ്മ അത്ബഅഹു സിത്തം മിൻ ഷവ്വാൽ എന്ന് പറഞ്ഞ ആ 6 നോമ്പുണ്ട്. ഇങ്ങനെയുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഒരുപാട് നോമ്പുകളുണ്ട്. ആ നോമ്പിലേക്ക് അടുത്ത ഒരു റമദാനിന് മുമ്പ് ഒരു നോമ്പെങ്കിലും, അല്ലെങ്കിൽ നോമ്പുകൾ നോൽക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളിത് നിർത്തിവെച്ച ആളുകളായി മാറുമോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. ദാനധർമ്മങ്ങൾ, അത് റമദാനിൽ നമ്മൾ ദാനധർമ്മങ്ങൾ ചെയ്യാറുണ്ട്. പക്ഷെ റമദാനോട് കൂടെ അത് അവസാനിച്ചോ? നമ്മുടെ ചുറ്റും സമ്പത്ത് കിട്ടാത്ത അല്ലെങ്കിൽ പ്രയാസപ്പെടുന്ന, പ്രത്യേകിച്ച് പെരുന്നാളിന്റെ സമയത്ത് നമ്മളൊക്കെ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുമ്പോൾ, നമ്മളൊക്കെ നല്ല രൂപത്തിൽ വസ്ത്രം ധരിക്കുമ്പോൾ ഭക്ഷണം കഴിക്കാൻ കഴിയാതെ, പുതിയ വസ്ത്രങ്ങളൊന്നും ധരിക്കാൻ കഴിയാതെ
എന്നാൽ അത് ഒരാളോട് പോലും പറയാൻ ആഗ്രഹമില്ലാതെ ജീവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പൊ അവരെയൊക്കെ സഹായിക്കാൻ, സപ്പോർട്ട് ചെയ്യാൻ റമദാനിന് ശേഷവും നമുക്ക് കഴിയുന്ന രൂപത്തിലൊക്കെ സഹകരിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അതല്ല നമ്മൾ ഇതൊക്കെ നിർത്തിവെച്ചവരായി മാറുന്നുണ്ടോ എന്ന്. പരിശുദ്ധ ഖുർആൻ പാരായണം നമ്മൾ റമദാൻ ഖുർആൻ അവതരിക്കപ്പെട്ട മാസമായതുകൊണ്ട് തന്നെ അതിനൊരു പ്രത്യേക പരിഗണന കൊടുക്കാറുണ്ട്. പക്ഷെ അതോടുകൂടെ റമദാനോടുകൂടെ ഇനി അടുത്തൊരു റമദാനിൽ ഖുർആൻ തുറക്കുന്ന രൂപത്തിലാണോ നമ്മുടെ ഖുർആൻ പാരായണം? അങ്ങനെയെങ്കിൽ നമ്മൾ ഈ വിഭാഗത്തിൽ ഉൾപ്പെടുമോ എന്ന് തീർച്ചയായും സംശയിക്കേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും നമ്മുടെ സൽക്കർമ്മങ്ങൾ ഈ റമദാനോടുകൂടെ അവസാനിപ്പിക്കുന്ന ഒരു പ്രവണത ഉണ്ടാകാൻ പാടില്ല. മറിച്ച് റമദാനിൽ നമ്മൾ സജീവമായി റമദാൻ അവസാനിക്കുമ്പോൾ നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം എന്ന ഈ കർമ്മം സ്വീകരിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. എന്താണ് ഏറ്റവും വലിയ സന്തോഷം? നമുക്ക് റമദാൻ അവസാനിച്ചാൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം നമ്മൾ പെരുന്നാൾ ആഘോഷിക്കലാണ്. ആ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ പോലും നമ്മൾ പരസ്പരം പ്രാർത്ഥിക്കുന്നത് തഖബ്ബൽ അല്ലാഹു മിന്നാ വ മിൻകും, അള്ളാഹു നമ്മിൽ നിന്ന് ഇതൊക്കെ സ്വീകരിക്കട്ടെ എന്നാണ്. എന്ന് പറഞ്ഞാൽ അത്രയും പ്രാധാന്യമുണ്ട് ആ വാചകത്തിന്. നമ്മൾ നോമ്പ് അനുഷ്ഠിച്ചു, നമ്മൾ രാത്രി നമസ്കരിച്ചു, നമ്മൾ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തു, നമ്മൾ സ്വതക്കകൾ ചെയ്തു, നമ്മൾ ഒരുപാട് സൽക്രമങ്ങൾ ചെയ്തു. പക്ഷെ ഇനി നമുക്ക് ചെയ്യാനുള്ളത് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കലാണ്. പടച്ചോനെ, ഈ കർമ്മങ്ങളൊക്കെ സ്വീകരിക്കണമേ എന്ന്. അങ്ങനെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും അതോടൊപ്പം തന്നെ നമ്മൾ വ്യക്തിപരമായി ഉള്ള നമ്മുടെ ഇടപാടുകൾ ഉണ്ടാകും. ആ ഇടപാടുകളിലൊക്കെ എന്തെങ്കിലും വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് പരസ്പരം പറഞ്ഞു ശരിയാക്കാനൊക്കെ ഈ ഒരു സന്ദർഭം നമ്മൾ ഉപയോഗിക്കണം. പ്രത്യേകിച്ച് അവസാനത്തെ 10-ന്റെ അവസാന സന്ദർഭങ്ങളിൽ മനസ്സുകൾ പിണങ്ങിക്കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് എങ്കിൽ അത് പറഞ്ഞ് ക്ലിയർ ചെയ്യാൻ, അത് ശരിയാക്കാൻ നമുക്ക് സാധിക്കണം. എന്തെങ്കിലും ഇടപാടുകൾ കൊണ്ട്, വ്യക്തിപരമായ ഇടപാടുകൾ കൊണ്ട് എവിടെയെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും മുറിവേറ്റിട്ടുണ്ട് എങ്കിൽ അത് പരിഹരിക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ അതെല്ലാം പരിഹരിച്ചുകൊണ്ട് അള്ളാഹുവിനോട് പടച്ചോനെ ഇത് സ്വീകരിക്കണേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ റമദാനിനെ യാത്ര അയക്കാൻ സാധിക്കുമ്പോഴാണ്, അതിനുശേഷവും നമുക്ക് ഈ ഒരു ചൈതന്യത്തോടു കൂടെ ജീവിക്കാൻ സാധിക്കുമ്പോഴാണ് നോമ്പുകാരന്റെ രണ്ടാമത്തെ സന്തോഷം. ഒന്നാമത്തെ സന്തോഷം നമുക്കറിയാം, നോമ്പ് തുറക്കുമ്പോഴുള്ള സന്തോഷമാണ്. രണ്ടാമത്തെ സന്തോഷം അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ ഉള്ള സന്തോഷമാണ്. ആ സന്തോഷം ലഭിക്കുന്ന ആളുകളിൽ നമുക്ക് ഉൾപ്പെടാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഈ ഒരു സന്ദർഭത്തിൽ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഒന്നാമത്തെ കാര്യം, വളരെ സജീവമായി നമ്മൾ ആരാധനാ കർമ്മങ്ങളിൽ വീഴ്ചകൾ വരുത്തിയ കാര്യങ്ങൾ പരിഹരിക്കാൻ വളരെ സജീവമായി ഇടപെടുക എന്നുള്ളതാണ്. അതിനി 2 ദിവസം നമ്മൾ എന്ത് ത്യാഗം സഹിക്കേണ്ടി വന്നാലും അതെല്ലാം സഹിച്ചുകൊണ്ട് ഈ ദിവസങ്ങൾ പരമാവധി അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തത്, റമദാനോട് കൂടെ നമ്മളുടെ കർമ്മങ്ങൾ അവസാനിപ്പിക്കാതെ റമദാനിന് ശേഷവും നമ്മൾ നേടിയെടുത്ത ഈ ആ ഊർജം നിലനിർത്തുവാൻ, സൽക്കർമ്മങ്ങൾ തുടർത്തുവാൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം, നമ്മുടെ കർമ്മങ്ങൾ നശിപ്പിച്ച് കളയുന്ന ഒരുപാട് തിന്മകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കയറി വരാൻ സാധ്യതയുണ്ട്. അത്തരം തിന്മകളെ മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം ഇനിയുള്ള ഓരോ നിമിഷവും നമ്മൾ ജീവിക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.